ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിശ്വാസികൾ വളരെ പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുകയായിരുന്നു പുതിയ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയിട്ട്. അത് വളരെ ദൈവികമായ ഇടപെടലിൽ അത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാധ്യമങ്ങളൊക്കെ പല പേരുകളും ചർച്ച ചെയ്തെങ്കിലും നമ്മൾ അധികമൊന്നും കേൾക്കാഞ്ഞ ഒരു പേര്, അത് ദൈവം തന്നെ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് മുന്നിൽ നിർത്തിയതുപോലെ നമുക്കെല്ലാവർക്കും അനുഭവപ്പെട്ടു. മാനുഷികമായൊരു തിരഞ്ഞെടുപ്പല്ല, ദൈവികമായൊരു തിരഞ്ഞെടുപ്പാണ് ഇതെന്ന് ഒരിക്കൽ കൂടി ലോകത്തെ ബോധ്യപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു അത്. ലയോ 14 മാർപ്പാപ്പ നമുക്കെല്ലാവർക്കും ഒത്തിരിയേറെ പ്രതീക്ഷ നൽകുന്ന വ്യക്തിയാണ്. താരതമ്യേന പാപ്പാമാരിൽ അദ്ദേഹം ചെറുപ്പമാണ്, 69 വയസ്സ് പ്രായമേ ഉള്ളൂ. അദ്ദേഹത്തിന് സാമൂഹികമായ യാഥാർത്ഥ്യങ്ങൾ ഏറെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് പെറുവിലെ അദ്ദേഹത്തിൻ്റെ 20 വർഷത്തെ അനുഭവങ്ങൾ അദ്ദേഹത്തിന് വലിയ ഒരു അനുഭവ സമ്പത്ത് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും സാധാരണ മനുഷ്യൻ്റെ വേദനകളും കഷ്ടപ്പാടുകളും ഒക്കെ മനസ്സിലാക്കാനും അതുപോലെ ഒരു സഭാ സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിയാനും എല്ലാം സാധിക്കുന്ന പാപ്പായാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പുതിയ കാലത്തേക്ക് നമ്മളെ നയിക്കുവാൻ, ഈ കാലഘട്ടത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളെ നയിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ പ്രതിപുരുഷനായി നമ്മൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കാലഘട്ടം മാറുന്നതനുസരിച്ച് മനുഷ്യൻ്റെ ചിന്തകളും താല്പര്യങ്ങളും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സമൂഹത്തെ നോക്കിക്കാണുമ്പോൾ ദൈവ കേന്ദ്രീകൃതമായ ഒരു സമൂഹമായിരുന്നു. പിന്നീട് അത് മനുഷ്യ കേന്ദ്രീകൃതമായ സമൂഹമായി മാറി. ഇപ്പോൾ അതും പോയിട്ട് ഒരു ടെക്നോളജി സെൻറ്റേഡ്, ഒരു ടെക്നോ സെൻട്രിക് വേൾഡായിട്ട് മാറി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മറ്റു കാര്യങ്ങളുമെല്ലാം കേന്ദ്രത്തിലേക്ക് വരുന്നു. അവിടെ ദൈവികമായ ചിന്തകളുടെ പ്രസക്തി എന്താണെന്ന് തന്നെ ഈ ലോകം ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ചും ജീവിക്കാനൊരു കാരണം കൊടുക്കുന്നതാണല്ലോ വിശ്വാസം. അതെന്നും വളരെ പ്രസക്തമാണ്. ആ രീതിയിൽ എനിക്ക് തോന്നുന്നു പരിശുദ്ധ പിതാവിന് ഏറ്റവും പ്രധാനമായിട്ട് നേരിടേണ്ട വെല്ലുവിളി ഈ വിശ്വാസത്തിൻ്റെ സംരക്ഷണവും വിശ്വാസത്തിൻ്റെ ശാക്തീകരണവും ഒക്കെ തന്നെയാണ്. കാരണം വിശ്വാസം ഉപേക്ഷിച്ചു പോകുന്ന ആൾക്കാർ, അതുപോലെ തന്നെ യൂറോപ്പിൽ പലവിധ സ്വാധീനങ്ങളിൽ നമ്മുടെ സഭയുടെ ഘടനയിൽ തന്നെയൊക്കെയുള്ള പ്രത്യേകതകൾ കൊണ്ട് തന്നെ കുറേയധികം മനുഷ്യർ സഭ വിട്ടു പോകുന്നുണ്ട്. അതൊക്കെ എങ്ങനെ ഡീൽ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത്. അതോടൊപ്പം ലോകമെമ്പാടും കത്തോലിക്ക വിശ്വാസികളുടെ എണ്ണം കൂടുന്നു, അതേസമയം ദൈവവിളികളുടെ എണ്ണം കുറയുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ സഭാ സമൂഹത്തെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം എന്നൊക്കെയുള്ളത് അദ്ദേഹത്തിന് വലിയ വെല്ലുവിളിയായിട്ട് തന്നെ മാറും. പ്രത്യേകിച്ച് സുവിശേഷവൽക്കരണത്തിനുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ലോകമെമ്പാടും വർദ്ധിക്കുമ്പോൾ എങ്ങനെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷം പ്രഘോഷിക്കാമെന്നുള്ള ആ ഒരു നമ്മുടെ കർത്താവിൻ്റെ കൽപ്പന പ്രാവർത്തികമാക്കാമെന്നൊക്കെ ഉള്ള ചിന്തകൾ നമുക്കുണ്ടാവും എന്നുള്ളതാണ് ചോദിച്ചത്. യഥാർത്ഥത്തിൽ ഈ നോർത്ത് അമേരിക്കയിൽ ജനിച്ചു വളർന്ന് സൗത്ത് അമേരിക്കയിൽ ശുശ്രൂഷ ചെയ്തു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിലുള്ള പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നത്. ഞാൻ ഓർക്കുകയായിരുന്നു, ദൈവം എത്ര മനോഹരമായിട്ടാണ് ഒരു മനുഷ്യനെ ഒരുക്കിക്കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ നിർത്തുക. കർത്താവ് ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തെ വളരെ മുമ്പേ തിരഞ്ഞെടുത്ത് ഒരുക്കുകയാണല്ലോ. ആ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നിരിക്കണം അദ്ദേഹത്തെ ഒരു അഗസ്റ്റീനിയൻ മിഷനറി ആയിട്ട് അദ്ദേഹത്തെ പെറുവിൽ വിട്ടു. അവിടെ അദ്ദേഹം മെത്രാനാകുന്നു, അവിടുത്തെ എപ്പിസ്കോപ്പൽ കോൺഫറൻസിൻ്റെ പ്രസിഡൻ്റ് ആവുന്നു. അങ്ങനെയെല്ലാം അദ്ദേഹത്തെ ഒരുക്കിക്കൊണ്ട് വരികയാണ്. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു ക്യാപിറ്റലിസ്റ്റ് മൈൻഡ് എന്താണെന്ന് തീർച്ചയായിട്ടും അറിയാം. അതേസമയം സാധാരണ മനുഷ്യൻ്റെ ഒരു സോഷ്യലിസ്റ്റിക് മൈൻഡും തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളെ, സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും തിരിച്ചറിയാൻ പറ്റുന്ന പാപ്പായാണ് ലയോ 14 പാപ്പ. അത് തന്നെ അദ്ദേഹത്തിന് പുതിയ കാലത്തേക്ക് വേണ്ട മാർഗദർശനങ്ങൾ നൽകാനായിട്ട് സഹായകമാകും. ഈ സമൂഹത്തിൽ സുവിശേഷവൽക്കരണം യാഥാർത്ഥ്യമാകണമെങ്കിൽ സമത്വം വരണം. എല്ലാവരിലും ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും കണ്ടെത്തുക എന്നുള്ളതാണല്ലോ നമ്മുടെ വചനത്തിൻ്റെ ആത്യന്തികമായ ഒരു സന്ദേശം. അത് സംഭവിക്കുമ്പോൾ സാമൂഹികമായ നീതി ഉണ്ടാവുന്നു.
എവിടെയെല്ലാം ലോകത്ത് അടിച്ചമർത്തലും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ഉണ്ടോ, നമുക്കവിടെയൊക്കെ ഈ അസമത്വം അസമത്വമാണ് യഥാർത്ഥത്തിൽ ദാരിദ്ര്യം സൃഷ്ടിക്കുന്നത്. അതാണ് മനുഷ്യനെ അക്രമങ്ങളിലേക്കും സാമൂഹിക തിന്മകളിലേക്കും തള്ളിവിടുന്നത്. അതുകൊണ്ട് തന്നെ സാമൂഹിക നീതി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ലിയോ 13 പാപ്പ സാമൂഹിക നീതിക്ക് വേണ്ടി നിലകൊണ്ട മാർപ്പാപ്പയാണ്. അദ്ദേഹത്തിൻ്റെ ആ റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം എത്ര വിപ്ലവകരമായ മാറ്റങ്ങൾ സഭയിലും സമൂഹത്തിലും ഉണ്ടാക്കിയെന്ന് നമുക്കറിയാം. ഇന്നും കത്തോലിക്ക സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളുടെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് അതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം ആ ഒരു ചുവടുകളിൽ തന്നെ അദ്ദേഹവും നടക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കാനാവണം അദ്ദേഹം ആ പേര് സ്വീകരിച്ചത്. വിശുദ്ധ അഗസ്തീനോസ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആത്മീയതയുടെ ആളായിരുന്നു. അദ്ദേഹം വളരെ ആഴമായ വിശ്വാസത്തിൻ്റെ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളൊക്കെ മനുഷ്യൻ്റെ വിലയെ വളർത്തിക്കൊണ്ട് അംഗീകരിച്ചുകൊണ്ടുള്ളതും അതേസമയം ദൈവത്തിൽ ചേർന്നാൽ മാത്രമേ മനുഷ്യന് യഥാർത്ഥത്തിൽ അവൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെയുള്ള ആ ഒരു ചിന്തയായിരുന്നു അദ്ദേഹത്തിന്. അത് വളരെ ഡീപ്പായിട്ടുള്ള ഒരു വളരെ ആഴമായിട്ടുള്ള ഒരു ആത്മീയതയാണ് അഗസ്തീനോസിൻ്റേത്. അത് ഈ പരിശുദ്ധ പിതാവിന് നമ്മളെ എല്ലാവരെയും കുറേ കൂടി ആഴമായ ആത്മീയതയിലേക്ക് നയിക്കാനായിട്ട് സഹായകരമാവുന്നതിൽ സംശയമില്ല. ഭാരതമേ നിൻരക്ഷ നിന്മക്കളിൽ എന്ന് പറഞ്ഞ പാപ്പയാണ് ലിയോ 13 പാപ്പ. അദ്ദേഹം അതാണല്ലോ മിഷൻ ലീഗ് പോലുള്ള സംഘടനകൾ ആപ്തവാക്യമായിട്ട് സ്വീകരിച്ചത്. അതോടൊപ്പം വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ 1887 കോട്ടയം തൃശ്ശൂർ വികാരിയാത്തുകൾ സ്ഥാപിച്ച് സീറോ മലബാർ സഭയ്ക്ക് അതിൻ്റെ തനതായ ഒരു വ്യക്തിത്വം തന്നത് ലിയോ 13 പാപ്പയാണ്. പൗരസ്ത്യ സഭകളുടെ തനിമയെക്കുറിച്ച് അപ്പസ്തോലിക ലേഖനം എഴുതിയത് ലിയോ 13 പാപ്പയാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ സഭകൾക്ക് ഒത്തിരിയേറെ പ്രതീക്ഷയുണ്ട്. ഭാരതം എന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. നമ്മുടെ ഈ ലിയോ 14 മാർപ്പാപ്പയും പല പ്രാവശ്യം അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൻ്റെ ജനറൽ എന്നുള്ള നിലയിൽ പല പ്രാവശ്യം കേരളത്തിൽ വന്നിട്ടുണ്ട്, ഭാരതത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇവിടുത്തെ സഭയെക്കുറിച്ച് വലിയ മതിപ്പുണ്ട്. നമ്മുടെ വൊക്കേഷൻസ്, ദൈവവിളികളെക്കുറിച്ചൊക്കെ വലിയ മതിപ്പുള്ള മാർപ്പാപ്പയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പട്ടം സ്വീകരിച്ചവർ നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെയെല്ലാം അദ്ദേഹത്തിന് നമ്മുടെ യാഥാർത്ഥ്യങ്ങൾ അറിയാം, നമ്മുടെ ഭാരത സഭയെ നന്നായിട്ട് അറിയാം. അത് തീർച്ചയായിട്ടും നമ്മുടെ ഭാരത സഭയെ സംബന്ധിച്ച് ശരിയായ ദിശയിൽ ചരിക്കാനായിട്ട് നമുക്കും നിർദ്ദേശങ്ങൾ നൽകാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭാരതത്തെ അദ്ദേഹം സ്നേഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഭാരതം പ്രതീക്ഷിക്കുന്നത്, നമുക്കിവിടെയും സുവിശേഷവൽക്കരണത്തിന് വലിയ വെല്ലുവിളികൾ, മത പരിവർത്തനത്തിൻ്റെ പേരിൽ സഭകൾ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം, സമത്വം ഇല്ലാതെ ന്യൂനപക്ഷങ്ങൾ വിഷമിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പരിശുദ്ധ പിതാവിൻ്റെ പ്രത്യേകമായ കരുതൽ ഈ ഭാരതത്തോടുണ്ടാവുമെന്ന്